ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിസന്ധികൾ ചർച്ച ചെയ്ത് ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ CITU പെരുമ്പാവൂർ മുനിസിപ്പൽ സമ്മേളനം. CITU എറണാകുളം ജില്ലാ സെക്രട്ടറി VA സക്കീർ ഹുസൈൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവും പെരുമ്പാവൂർ നഗരത്തിലെ അനധികൃത ഓട്ടോറിക്ഷകളുടെ കടന്നുകയറ്റവും സമ്മേളനത്തിൽ ചർച്ചയായി. ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ CITU പെരുമ്പാവൂർ മുനിസിപ്പൽ സമ്മേളനം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. പതാക ഉയർത്തൽ ചടങ്ങും പൊതുസമ്മേളനവും ഉൾപ്പെടെ നടന്ന പരിപാടികളിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ CV ജിന്ന പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU എറണാകുളം ജില്ലാ സെക്രട്ടറി VS സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഇത് സമരം നടത്തി നേടിയെടുത്തതാണ്. 36 ദിവസക്കാലം കേരളത്തിൽ സമരം നടത്തി നേടിയെടുത്തതാണ്. എന്ത് ചെയ്തു നിങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്ന സ്വതന്ത്രവാദക്കാരോട് പറയേണ്ടത്, കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പിടിച്ചു നിൽക്കാൻ, ജീവിക്കാൻ, അവന് ജീവശ്വാസം കൊടുക്കാൻ കഴിയുന്നത് ഈ പ്രസ്ഥാനം നടത്തിയ ഉജ്ജ്വലമായ സമരത്തിന്റെ ഭാഗമാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പറയേണ്ടത്. നിരന്തരമായി ഉയരുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് മോട്ടോർ വാഹന മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നും അതിന്റെ ഏറ്റവും വലിയ ആഘാതം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അനുഭവിക്കുന്നതെന്നും സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. പെരുമ്പാവൂർ നഗരത്തിൽ അനധികൃത ഓട്ടോറിക്ഷകളുടെ കടന്നുകയറ്റം നിയമാനുസൃതമായി സർവീസ് നടത്തുന്ന തൊഴിലാളികളുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും നേതാക്കൾ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. PM സലിം, VP ഖാദർ, MP ബഷീർ, KE നൌഷാദ്, PC ബാബു, PS സുബിൻ, MT ഷാജി, കൺവീനർ TV രാംദാസ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ യൂണിയനുകളിൽ തൊഴിലെടുക്കുന്ന മേജർ യൂണിയൻ CITU ആണ്. മുനിസിപ്പൽ ടൗണിലെ 21 സ്റ്റാൻഡുകളിൽ 12 സ്റ്റാൻഡുകളാണ് നമുക്ക് പ്രാതിനിധ്യം ഉള്ളത്. ഈ 12 സ്റ്റാൻഡുകളിലെയും സമ്മേളനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.